Hi friends, welcome back to Sajitha's creation. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ചെറിയ രീതിയിലുള്ള എംബ്രോയിഡറിയും കാര്യങ്ങളൊക്കെ കാണാം അല്ലേ. നമ്മുടെ കയ്യിലുള്ള മെഷീൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ചെറിയ രീതിയിൽ ഡിസൈനിങ്ങും അല്ലെങ്കിൽ ആപ്ലിക് വർക്കൊക്കെ ചെയ്തെടുക്കാം എന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഞാൻ യൂസ് ചെയ്യുന്നത് ഉഷയുടെ സ്റ്റിച്ചിങ് മെഷീനാണ്. ടേബിൾ ടോപ്പ് മെഷീനാണ് കേട്ടോ ഇത്. ഉഷയുടെ ജാനോം അല്ലൂരെയാണ്. ഇതിപ്പോൾ ഞാനൊരു 4 വർഷത്തോളമായി യൂസ് ചെയ്യുന്നുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള പ്രോസസ്സാണ് കേട്ടോ ഈ മെഷീനിലുള്ളത്. ഈ ഒരു സ്റ്റിച്ചിങ് മെഷീനിൽ നോർമൽ സ്റ്റിച്ചും അതുപോലെ തന്നെ കുറച്ച് സിഗ്സാഗ് പോലുള്ള സ്റ്റിച്ചസും ഉണ്ട്. ഇവിടെ ഇപ്പോൾ 10-16ഓളം സ്റ്റിച്ച് നമുക്കിവിടെ ഇതുപോലെ കാണാൻ പറ്റും. ആ ഒരു സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് ആപ്ലിക് വർക്കാണ്. അപ്പോൾ ആപ്ലിക് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ലെങ്ത്ത് ഏതാണ്ട് കണ്ടോ 1 കഴിഞ്ഞ് ആ 0യുടെയും സെൻറ്ററിൽ വെക്കുക. അതുപോലെ തന്നെ സെലക്ടർ ചെയ്യേണ്ടത് സിയിൽ വെക്കുക. കാരണം നമ്മൾ സിഗ്സാഗ് സ്റ്റിച്ച് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. നമ്മൾ ഈ ആപ്ലിക് വർക്ക് ചെയ്യുമ്പോൾ നോർമൽ ത്രെഡ് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ നല്ല ഫിനിഷിങ് കിട്ടണമെങ്കിൽ നമുക്ക് മെഷീൻ എംബ്രോയിഡറിക്ക് യൂസ് ചെയ്യുന്ന ഇതുപോലുള്ള എംബ്രോയിഡറി നൂല് തന്നെ വാങ്ങുന്നതായിരിക്കും നല്ലത്. ഈ ഒരു നൂലിൻ്റെ റേറ്റ് കൃത്യമായിട്ട് എനിക്കറിയില്ല. ഏതാണ്ട് ഒരു 20-30 രൂപയുടെ ഉള്ളിലായിരിക്കും എന്ന് തോന്നുന്നു. എൻ്റെ കയ്യിൽ ഇതിപ്പോൾ 12 വർഷത്തോളമായി നൂല്. ഒരു കേടുപാടും സംഭവിക്കില്ല. നമ്മൾ നല്ല രീതിയിൽ പൊതിഞ്ഞ് അല്ലെങ്കിൽ നന്നായി അടച്ച് സൂക്ഷിച്ച് വെച്ച ഈ നൂല് നമുക്ക് എത്ര കാലം വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. നോർമൽ നൂല് വെച്ചിട്ടും നമുക്ക് എംബ്രോയിഡറിയോ അല്ലെങ്കിൽ സിമ്പിൾ വർക്കൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ അത് തമ്മിലുള്ള വ്യത്യാസം ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് നമ്മുടെ എംബ്രോയിഡറി നൂല് വരുന്നത്. അതിന് നല്ലൊരു ഷൈനിങ് ഉണ്ട്. എന്നാൽ നോർമൽ നൂല് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ഷൈനിങ് ഒന്നും ഇല്ലാതെ കുറച്ച് റഫായിട്ടാണ് നോർമൽ നൂല് വരുന്നത്. അപ്പോൾ ഫിനിഷിങ്ങിൽ രണ്ടും തമ്മിൽ ഭയങ്കരമായിട്ട് വ്യത്യാസം വരും. ഇനി നമുക്കിതാ ഇതിൻ്റെ ടെൻഷൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നോർമലി നമ്മൾ 4ലാണ് ടെൻഷൻ വെക്കുക. എന്നാൽ എംബ്രോയിഡറി നൂല് വെച്ച് ചെയ്യുമ്പോൾ 0യിൽ ടെൻഷൻ സെറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. ഇനി നമുക്കിതാ ഇതുപോലെ ആപ്ലിക് വർക്ക് ചെയ്യാനുള്ള ഡിസൈൻ കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഏത് മോഡലിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു ഹേർട്ട് ഷേപ്പ്, സ്ക്വയർ, റൗണ്ട് എന്ന രീതിയിലാണ് കട്ട് ചെയ്തത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ പേപ്പർ ക്യാൻവാസ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കട്ടിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ പേപ്പർ ക്യാൻവാസ് വെക്കുന്നത്. ഇനി നമുക്ക് ബാലൻസ് ഉള്ള ക്യാൻവാസൊക്കെ കട്ട് ചെയ്തിട്ട് ഇത് നമുക്ക് വേണ്ടുന്ന ആ ഷേപ്പ്, അതായത് ക്ലോത്തിൻ്റെ ഷേപ്പിൽ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. കണ്ടോ, ഇപ്പം നമ്മളിത് ഓരോന്നും കൃത്യമായിട്ട് കട്ട് ചെയ്ത് ഫിനിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ 3 ഡിസൈനും നമുക്ക് കിട്ടി. ഇത് വെച്ചിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഫസ്റ്റ് ഞാനിപ്പോൾ ഇവിടെ സ്ക്വയർ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതൊരു വൈറ്റ് നൂലിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിതിൻ്റെ ഫിനിഷിങ് നോക്കുക. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഹേർട്ട് ഷേപ്പാണ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഏത് ക്ലോത്തിലാണോ നമുക്ക് ആപ്ലിക് ചെയ്യേണ്ടത് ആ ഒരു ക്ലോത്തിൽ ഡയറക്റ്റ് വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല. ഇതുപോലെ ഒരു ഫാബ്രിക് ഗ്ലൂവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗ്ലൂ വെച്ചിട്ട് നമ്മളത് ക്ലോത്തിൽ ഒട്ടിച്ച് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് പറയുന്നിടത്തൊന്നും ആയിരിക്കില്ല കേട്ടോ ക്ലോത്ത് നിൽക്കുക. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഒരു ഫിനിഷിങ് ഇല്ലാത്ത വർക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ ഗ്ലൂവോ, ഇനി ഗ്ലൂ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് മൈദപ്പൊടി കലക്കിയിട്ട് ഇതുപോലെ ഒട്ടിച്ച് കൊടുത്താലും മതി കേട്ടോ. അലക്കുമ്പോൾ അതൊക്കെ മാറി നല്ല ക്ലീൻ ആയിട്ട് വരും. ഇപ്പോൾ നമ്മളിതാ കറക്റ്റായിട്ട് ഇത് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇതുപോലെ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഏത് സ്റ്റിച്ചാണ് യൂസ് ചെയ്യുന്നത്, എത്രയാണ് ലെങ്ത്ത് എന്നൊക്കെ ഞാൻ ആദ്യം പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കണ്ടോ, നമ്മളിപ്പോൾ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. സിഗ്സാഗ് സ്റ്റിച്ച് വെച്ചിട്ടാണ് ഇത് മുഴുവനായിട്ടും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഡിസൈൻ ചെയ്ത് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഫിനിഷിങ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. പിന്നെ ഏത് കളർ നൂലാണ് യൂസ് ചെയ്യേണ്ടത് എന്ന് നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് യൂസ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ വൈറ്റ് കൊണ്ടും റെഡ് കൊണ്ടും രണ്ടും ഡിസൈൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ നോക്കി ചെയ്യാം കേട്ടോ. ഈ ഒരു വർക്ക് വെച്ചിട്ട് നമുക്ക് ബെഡ്ഷീറ്റ്, അതുപോലെ തന്നെ കുട്ടികളുടെ ഫ്രോക്ക്, അതിനൊക്കെ സ്റ്റിച്ച് ചെയ്ത് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെ ഒരു വർക്ക് ചെയ്ത ഒരു ബെഡ്ഷീറ്റിൻ്റെ വീഡിയോ മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ വരുന്ന ഒരു ഷോളിൻ്റെ അല്ലെങ്കിൽ ചുരിദാറിൻ്റെ താഴ്വശം ഇങ്ങനെയുള്ള ഒരു ഭാഗം എങ്ങനെ സിഗ്സാഗ് സ്റ്റിച്ച് വെച്ചിട്ട് ഡിസൈൻ ചെയ്യാൻ നോക്കാം. നിങ്ങൾ ഇതുപോലെ ഡയറക്റ്റ് വെച്ചിട്ട് സിഗ്സാഗ് സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരിക്കലും കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ ഇതുപോലെ ഒരു പേപ്പർ എടുക്കുക, അത് ന്യൂസ് പേപ്പറോ എന്തെങ്കിലും ആയിക്കോട്ടെ. ഒരു പേപ്പർ എടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ നിങ്ങളൊന്നും ചെയ്യേണ്ട. നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത സെയിം സ്റ്റിച്ചിങ്ങിൻ്റെ പോയിൻറ്റും ലെങ്ത്തും വിഡ്ത്തും ഒക്കെ അതുപോലെ തന്നെ വെക്കുക. എന്നിട്ട്
വളരെ സാവധാനം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് മൂവ് ചെയ്ത് കൊടുത്താൽ മതി. വേറെ ഒന്നും ചെയ്യാനില്ല. നമ്മുടെ ആ ഡിസൈൻ എങ്ങനെയാണോ വരുന്നത്, ആ കട്ട് എങ്ങനെയാണോ വരുന്നത്, അതിനനുസരിച്ച് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് കൊടുക്കുക. വേറെ ഒന്നും ഇതിൽ ചെയ്യാനില്ല. അപ്പോൾ തന്നെ കറക്റ്റായിട്ട് ആ ഒരു ഡിസൈൻ വരും കേട്ടോ. നിങ്ങൾക്കിപ്പോൾ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ഞാനിങ്ങനെ പതുക്കെ മൂവ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, നമ്മളിപ്പോൾ ആ സിഗ്സാഗ് സ്റ്റിച്ച് വെച്ചിട്ട് ആ ഒരു ഏരിയ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് പേപ്പർ ഒന്ന് വലിച്ചു കൊടുത്ത് അത് റിമൂവ് ആയിട്ട് പോവും. കണ്ടോ, നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ ഈ ഒരു വർക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് കാണിക്കുന്നത് ഇതുപോലെയുള്ള ഒരു ഡിസൈനാണ്. നമുക്ക് ഇതിലുള്ള ഒരു 3 സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് എങ്ങനെ വളരെ സിമ്പിളായിട്ട് നെക്കിൻ്റെ മുൻവശം അല്ലെങ്കിൽ നമ്മുടെ കോട്ടൺ ഫ്രോക്കിൻ്റെ ഒക്കെ മുൻവശത്ത് അല്ലെങ്കിൽ ജുബ്ബയുടെ ഫ്രണ്ടിലൊക്കെ ഇതുപോലെ ഡിസൈൻ ചെയ്തെടുക്കാൻ നോക്കാം. വളരെ സിമ്പിളായിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇത് ബ്ലൂയിൽ വൈറ്റ് നൂല് ഉപയോഗിച്ചിട്ടാണ് ചെയ്തത്. ഏത് നൂല് വെച്ചിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ഒരു നെക്കിനാണ് ഇങ്ങനൊരു ഡിസൈൻ കാണിക്കുന്നത്. അപ്പോൾ നെക്കിന് ഞാനിപ്പോൾ ഇതുപോലെ 2 മാർക്കിങ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഏറ്റവും എൻഡിലായിട്ട് ഞാൻ സിഗ്സാഗ് സ്റ്റിച്ച് തന്നെയാണ് ചെയ്യുന്നത്. സ്റ്റാർട്ടിങ് സിഗ്സാഗ് സ്റ്റിച്ച് തന്നെ നമുക്ക് ചെയ്തിട്ട് അങ്ങ് തുടങ്ങാം. മാർക്ക് ചെയ്ത പോയിന്റിലൂടെ മുഴുവനായിട്ടും സിഗ്സാഗ് സ്റ്റിച്ച് തന്നെയാണ് ചെയ്യുന്നത്. നേരത്തെ സെറ്റ് ചെയ്ത സെയിം ലെങ്ത്തും അതുപോലെ തന്നെ സെലക്ടറും സിഗ്സാഗ് സ്റ്റിച്ച് തന്നെയാണ് ഇരിക്കുന്നത്. സെയിം രീതിയിൽ തന്നെ നമ്മൾ ഇതുപോലെ മുഴുവനായിട്ടും ആ മാർക്ക് ചെയ്ത പോയിന്റിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം കറക്റ്റായിട്ട് ഞാൻ ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഫിനിഷിങ് തന്നെ വരികയും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഫൂട്ടിൻ്റെ കറക്റ്റ് ആ ഒരു പോയിന്റിൽ ഫൂട്ട് നമുക്ക് പ്രസ് ചെയ്ത് വെക്കാം. അതിന് ശേഷം നമ്മൾ ഇതിലേത് സ്റ്റിച്ചാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഈ സെലക്ട് ചെയ്തു. അതിന് ശേഷം നമ്മുടെ സെലക്ടർ ഇയിലേക്ക് സെറ്റ് ചെയ്ത് വെച്ചു. ലെങ്ത്ത് നമ്മൾ കുറച്ചൊന്ന് ഫ്രീ ആക്കുകയാണ്. അപ്പോൾ 1ലാണ് ലെങ്ത്ത് വെച്ച് കൊടുക്കുന്നത്. അത് നിങ്ങൾക്ക് അതിൻ്റെ വീതി കൂട്ടണം എന്നുണ്ടെങ്കിൽ ലെങ്ത്ത് കുറച്ച് കൂട്ടിക്കൊടുത്താൽ മതി കേട്ടോ. അതിന് ശേഷം നമ്മളിതാ കറക്റ്റായിട്ട് ആ ഒരു കണ്ടോ സ്റ്റിച്ച് ചെയ്ത ആ ഒരു പോയിന്റിലേക്ക് ഫൂട്ട് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെയും നിങ്ങളൊന്നും ചെയ്യേണ്ട. നോർമൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങനെയാണോ ക്ലോത്ത് മൂവ് ചെയ്യുന്നത് അതുപോലെ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ റൗണ്ട് ഷേപ്പിലായതുകൊണ്ട് ജസ്റ്റ് ആ ഒരു റൗണ്ട് വരുന്ന വിധത്തിൽ പതുക്കെ മൂവ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ മുകളിലൂടെയും വേണമെങ്കിൽ ചെയ്യാം. ഞാനിപ്പോൾ മാർക്കൊന്നും ചെയ്യാതെ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റും സെക്കൻഡും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് മൂന്നാമത്തെ ലെയറിൽ എന്താണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഈ ഒരു റെഡ് കളറിൽ കാണുന്ന സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്തെടുക്കാമെന്ന് കാണിച്ചു തരാം. റെഡ് കളറിലുള്ള സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ലെങ്ത്ത് വരുന്നത് SS എന്ന് പറയുന്ന ഈ ഒരു സംഭവം കണ്ടോ റെഡ് കളറിൽ അവിടേക്ക് സെറ്റ് ചെയ്ത് വെക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. കണ്ടോ ഇവിടെ SS ചെയ്തത് അവിടെ വെക്കുക. എന്നിട്ട് നമുക്ക് ഏത് സ്റ്റിച്ചാണോ വേണ്ടത് ആ ഒരു സ്റ്റിച്ചിനനുസരിച്ച് സെലക്ടർ സെറ്റ് ചെയ്യുക. ഇപ്പം ഞാനിവിടെ D എന്ന സ്റ്റിച്ചാണ് സെലക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സെലക്ടർ ഞാനിപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് ആ ഒരു D എന്ന മാർക്കിലേക്ക് കൊണ്ട് സെറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ക്ലോത്തിൽ D എന്ന ആ ഒരു സ്റ്റിച്ചാണ് കറക്റ്റായിട്ട് വരുന്നത്. നമ്മുടെ ടെൻഷനൊന്നും സെറ്റ് ചെയ്തെന്ന് മാറ്റമൊന്നും വേണ്ട. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്തതിൻ്റെ തൊട്ട് മാറിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്യുന്നത്. ഇത് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ഒക്കെ പോയിട്ടാണ് സ്റ്റിച്ച് വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ക്ലോത്ത് പതുക്കെ ഒന്ന് മൂവ് ചെയ്ത് കൊടുത്താൽ മതി. നല്ലൊരു സ്റ്റിച്ചാണ് കേട്ടോ ആ ഒരു റെഡ് കളറിൽ വരുന്നതൊക്കെ. കണ്ടോ ഇപ്പോൾ നമ്മൾ ആ 3rd സ്റ്റിച്ചും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിൽ ഏത് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടും ഇതുപോലെ ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ 2, 3, 4 മോഡൽ സ്റ്റിച്ചസ് എടുത്തിട്ട് നമുക്ക് വീണ്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ F ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ സെലക്ടർ Fൽ വെച്ചു. അതുപോലെ തന്നെ ലെങ്ത്ത് വരുന്നത് നമ്മൾ വീണ്ടും നമ്മുടെ പഴയ ആ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവരാം. 1ൽ ആണ് ഞാനിത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്നിട്ട് നമുക്കിത് ജസ്റ്റ് ഒന്നങ്ങ് സ്റ്റിച്ച് ചെയ്തിട്ട് പോവാം. ഇതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ മുഴുവനായിട്ടും കാണിക്കുന്നില്ല. ഒരു സ്റ്റിച്ച് തന്നെ വീണ്ടും യൂസ് ചെയ്തിട്ടും നമുക്കിതുപോലുള്ള ഡിസൈൻ ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിത് സിമ്പിളായിട്ട് ഒരു 5 or 10 സ്റ്റിച്ച് വെച്ചിട്ട് ഇങ്ങനെ നെക്കിൻ്റെ ആ ഒരു പോർഷൻ ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കുർത്തി അതുപോലെ തന്നെ ടോപ്പ് സ്ലീവിൻ്റെ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ സിമ്പിളായിട്ട് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു വർക്കാണ്. കട്ട് വർക്ക് ചെയ്യാനാണ് പോകുന്നത്. വളരെ കോസ്റ്റ്ലി ആണ് കേട്ടോ ഈ ഒരു വർക്ക്. അത് നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ ഡ്രസ്സിനൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് കാണിച്ചു തരുന്നത്. നമുക്ക് ആദ്യം വേണ്ടുന്ന ഡിസൈൻ ഇതുപോലെ വരയ്ക്കുക. അതിന് ശേഷം നമ്മുടെ
നോബ്, അതായത് സെലക്ടർ നോബ് നമ്മൾ സീൽ വെക്കുക. സീൽ ഫുൾ ലെങ്ത്ത് എടുക്കാൻ പാടില്ല, കുറച്ച് ലെങ്ത്ത് കുറച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് കറക്റ്റ് ആ ഒരു 0യുടെ അടുത്ത് കൊണ്ടുവയ്ക്കുക. അതിനുശേഷം നമ്മൾ മാർക്ക് ചെയ്ത ആ ഒരു പോയിൻ്റ് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴേക്കും നമ്മുടെ ആ ഒരു വർക്ക് കംപ്ലീറ്റ് ആയിട്ട് വരും. ഇപ്പോൾ ഞാനിതിൻ്റെ 4 സൈഡുമാണ് ഡിസൈൻ ചെയ്യുന്നത്. കണ്ടോ, ഇപ്പം നമ്മളിത് കറക്റ്റായിട്ട് 4 സൈഡും സിഗ്സാഗ് സ്റ്റിച്ച് വെച്ചിട്ട് ഒന്ന് ബോർഡർ പോലെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഭാഗം ഫില്ല് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ചെയ്ത സെയിം സ്റ്റിച്ചും സെയിം ലെങ്ത്തും ഒക്കെ സെയിം രീതിയിൽ തന്നെ നമുക്കതിൻ്റെ ഉൾവശവും കൂടി ഫില്ല് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റിലൂടെ തന്നെ പതുക്കെ പതുക്കെ മൂവ് ചെയ്ത് കൊടുക്കുക. അതൊരു റൗണ്ട് ഷേപ്പ് വരുന്നത് കൊണ്ട് അതുപോലെ പതുക്കെ പതുക്കെ മൂവ് ചെയ്തിട്ട് ആ ഒരു ഷേപ്പ് കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുമാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ സ്ക്വയർ ടൈപ്പിലും നമുക്ക് കട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ വരച്ചതുപോലെ സ്ക്വയർ ടൈപ്പിൽ വരച്ചു കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ തന്നെ നമുക്ക് സ്ക്വയറിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഓരോ റൗണ്ടായിട്ട് നമുക്ക് മുഴുവനായിട്ടും മാർക്ക് ചെയ്ത പോയിന്റിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, നമ്മളിപ്പോൾ ഇത് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തെറിച്ച് നിൽക്കുന്ന നൂലൊക്കെ നമുക്ക് കട്ട് ചെയ്തിട്ട് മാറ്റാം കേട്ടോ. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ആ ഒരു വർക്ക് ചെയ്യാത്ത ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. സിസർ വെച്ചിട്ട് നമുക്ക് ഇത്ര ചെറിയ വർക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഇതുപോലെയുള്ള ഒരു ചന്ദനത്തിരിയാണ് കേട്ടോ. അത് കത്തിച്ചതിന് ശേഷം വേണം നമ്മളത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരിക്കലും കൊതുക് തിരിയൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ നിങ്ങൾ മാസ്ക് യൂസ് ചെയ്തിട്ട് വേണം ഈ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്തെടുക്കാനും. എന്നിട്ട് ഇതുപോലെ നമ്മൾ ആ എക്സ്ട്രാ വരുന്ന ക്ലോത്തില്ല, ആ ക്ലോത്തൊക്കെ ഈ ഒരു തിരി വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഉരുക്കിയെടുക്കാം. നല്ല ഫിനിഷിങ് കിട്ടും. നൂലിനൊന്നും കൊള്ളാതെ ആ ഒരു ക്ലോത്ത് വരുന്ന ഭാഗം മാത്രം വളരെ കൃത്യമായിട്ട് സാവധാനത്തിൽ ഉരുക്കി കൊടുക്കുക. വളരെ ശ്രദ്ധയോടുകൂടി ചെയ്താൽ മതി. നമ്മുടെ ക്ലോത്തിൻ്റെ വേറെ വശത്തൊക്കെ കൊള്ളുകയാണെങ്കിൽ ആ ഭാഗമൊക്കെ കത്തിപ്പോവും. അപ്പോൾ അങ്ങനെയൊന്നും വരാതെ വളരെ ശ്രദ്ധയോടുകൂടി സാവധാനം ക്ഷമയോടുകൂടി ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഈ ഒരു വർക്ക് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്തെടുക്കാം. കുറച്ച് വലിയ ഡിസൈൻ ആണെങ്കിൽ നമുക്ക് സിസർ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തിട്ട് തന്നെ എടുക്കാം കേട്ടോ. ഇതിപ്പോൾ ചെറിയ ഡിസൈൻ ആയതുകൊണ്ടാണ് ഈ ഒരു മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. കണ്ടോ, നമ്മളിപ്പോൾ ഈ ഒരു ഡിസൈനൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ഡിസൈൻ നമുക്ക് സാരി, അതുപോലെ തന്നെ ചുരിദാർ, ഷോള്, ഫ്രോക്ക് ഏത് ഡ്രസ്സിനും ചെയ്തെടുക്കാം കേട്ടോ. ഇതൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് തീർച്ചയായിട്ടും എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. നെക്സ്റ്റ് ടൈം പുതിയൊരു വീഡിയോവുമായിട്ട് പെട്ടെന്ന് വരും. അതുവരെ ബൈ, ടേക്ക് കെയർ.